കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ, അവരുടെ ഉറച്ച കോട്ട എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷേ അവിടെ പലതവണ കോൺഗ്രസിന് കാലിടറിയ ചരിത്രവുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ കാലിടറിയ ചരിത്രമൊക്കെ തന്നെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ UDF-നും LDF-നെയും സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസുകൾ നേർക്കുനേറാണ് അവിടെ മത്സരത്തിലുള്ളത്. BDJസിന്റെ NDAയുടെ ഭാഗത്ത് നിന്ന് BDJസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. കാരണം KM മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ തന്നെ മരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ എങ്ങനെയാണ്, മുന്നണികളുടെ പ്രതീക്ഷ എങ്ങനെയാണ് എന്നതൊക്കെ നമുക്ക് വിശദമായി സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഗംഭീരമായ ഒരു വാർത്ത, അത് നമുക്ക് കാണാം. LDF-ലെയും UDF-ലെയും പ്രമുഖരെ പരാജയപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ് കോട്ടയം. ഇക്കുറി 3 മുന്നണികളുടെയും ഘടകകക്ഷികൾ ഇവിടെ മത്സരിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വേദി ഒരുങ്ങുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷയും അവരുടെ പ്രചരണ പരിപാടികളും നമുക്കൊന്ന് പരിശോധിക്കാം. ജാതിമത സമവാക്യങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മുന്നണി മാറ്റവും പാർട്ടി ചിഹ്നവും എല്ലാം ചർച്ചയാകുന്ന കോട്ടയത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. UDF-നെ പ്രതിനിധീകരിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജും LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം അംഗം തോമസ് ചാഴിക്കാടനും NDAയിൽ നിന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുമാണ് മത്സരിക്കുന്നത്. 3 മുന്നണികളുടെയും ആദ്യഘട്ട പ്രചരണം അവസാനിച്ചു കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മണ്ഡല പര്യടനം ഊർജിതമാക്കാനാണ് മുന്നണികൾ ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ കോട്ടയം MP-യായ തോമസ് ചാഴിക്കാടൻ UDF സ്ഥാനാർത്ഥിയായാണ് കോട്ടയത്ത് വിജയിച്ചതെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് കൂടുമാറിയതോടെയാണ് ഇക്കുറി ചാഴിക്കാടൻ ഇടതുപാളയത്തിൽ നിന്ന് മത്സരത്തിനെത്തുന്നത്. സന്ദേശവും ഉപദേശവും നാടിനോടൊപ്പം, നാട്ടിലെ ജനങ്ങൾക്കൊപ്പം, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആ അദ്ദേഹത്തിൻ്റെ ഉപദേശം ശിരസ വഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 33 വർഷക്കാലവും ഞാൻ മുമ്പോട്ട് പോയത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ലോക്സഭാ അംഗമെന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും കേന്ദ്ര സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമാകുമെന്നും ചാഴിക്കാടൻ പ്രതീക്ഷിക്കുന്നു. വോട്ടർമാരുടെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. കൺവെൻഷനുകൾ പൂർത്തിയാക്കി മണ്ഡല പര്യടനത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്. വളരെ വലിയ ആത്മവിശ്വാസം UDF-നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി UDF വിജയിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം പൊതുവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളോടും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളോടും വളരെ തീവ്രമായിട്ടുള്ളൊരു എതിർപ്പ് ജനങ്ങളിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാനായിട്ട് കഴിയും. കേരളം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്ക വരുന്നു വന്നിട്ടുണ്ട്. പൊതുവിതരണ സമ്പ്രദായം തന്നെ തകർന്ന സ്ഥിതിയാണ്. വിദ്യാഭ്യാസ രംഗം, ഏത് മേഖല എടുത്താലും ഇതെല്ലാം വലിയ പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആ മാറ്റം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി UDF തിരിച്ചു വരിക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനുള്ള താക്കീതാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ് പ്രചരണത്തിലുടനീളം വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നുവെന്നും UDF-നെ പിന്തുണച്ച മണ്ഡലം LDF-ലെത്തിച്ച രാഷ്ട്രീയത്തിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഫ്രാൻസിസ് ജോർജ് അഭിപ്രായപ്പെട്ടു. തങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾ പാതി വഴിയിൽ ഞങ്ങളുടെ കൂടെ നിന്നും മാറിപ്പോയി എന്നുള്ള ആ ഒരു വലിയ പ്രതിഷേധം, അത് ഒരു രോഷാഗ്നി പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. എവിടെ ചെന്ന് ചോദിച്ച ആൾ പറഞ്ഞു അത് അദ്ദേഹം ഞങ്ങളെ വഞ്ചിച്ചു പോയ ആളല്ലേ എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ UDF-ന് അനുകൂലമായിട്ടാണ് വരുന്നത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി വിലയിരുത്തിയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ വളരെ രഹസ്യമായി ഈ ഇടതുപക്ഷ പ്രവർത്തകർ പോലും അടുത്ത് വന്ന് 100% ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള വികാരമാണ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് വലിയ ഒരു വികാരമാണല്ലോ.
കോട്ടയത്തെ മത്സരഫലം സംബന്ധിച്ച് 100% ആത്മവിശ്വാസത്തോടെയാണ് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചരണം. ചിട്ടയാർന്ന പ്രചരണ പ്രവർത്തനങ്ങളും മോദി സർക്കാരിനുള്ള ജനപിന്തുണയും ഗുണം ചെയ്യുമെന്നും തുഷാർ പ്രതീക്ഷിക്കുന്നു. അവിടെ ചെന്ന സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ MP-മാരും ഇവിടുത്തെ പ്രത്യേകിച്ച് കോട്ടയത്തിന് വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയുണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ മാറ്റം വേണം. മാത്രമല്ല കേന്ദ്ര സർക്കാരുമായി കൂടി നിൽക്കുന്ന ഒരു MP-യാണ് കോട്ടയത്ത് ഉണ്ടാകേണ്ടതെന്നുള്ള ഒരു അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്ന് പറയുകയുണ്ടായത്. കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം 400 മുകളിൽ സീറ്റ് കിട്ടി NDA അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുടർ ഭരണം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന NDA-യുടെ MP-ആയി മത്സരിക്കുന്ന ആൾ ജയിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള ജനവികാരം. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരമാർഗങ്ങൾ തേടിയിരുന്നതായും ടൂറിസം രംഗത്തെയും കാർഷിക മേഖലയുടെയും വികസന കുതിപ്പാണ് ലക്ഷ്യം വെക്കുന്നതെന്നും തുഷാർ പറയുന്നു. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് റബ്ബറാണ്. റബ്ബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും വില കിട്ടിയാലേ ആളുകൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. റബ്ബറിന് വില കുറഞ്ഞു പോയത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലല്ല, അതിന് മുമ്പ് തന്നെ വില കുറഞ്ഞു പോയതാണ്. അതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും MP-മാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുകയും അതിനുശേഷം വന്നിട്ടുള്ള ചേഞ്ചസ് ജനങ്ങളിൽ ഇവിടെ നേരിട്ട് അവിടെ അനുഭവിക്കുന്നതാണ്. അതുപോലെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസമാണ്. സെൻട്രൽ ഗവൺമെന്റിന് എന്തൊക്കെ കിട്ടാൻ കഴിയുമോ അതിവിടെ കൊണ്ടുവരുവാനും, അത് മാത്രമല്ല ഈ കോട്ടയം നഗരത്തെ കേരളത്തിൽ തന്നെ ഒരു മാതൃകാ നഗരമാക്കി എനിക്ക് മാറ്റാൻ കഴിയും ഞാനിവിടെ ജയിച്ച് MP-ആയി വന്നാൽ. കോട്ടയത്ത് 3 മുന്നണികളും 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വികസനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലും കാർഷിക മേഖലയിലെ പ്രശ്നവുമെല്ലാം ചർച്ചയാകുന്ന ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വിജയം ആർക്കൊപ്പമെന്നത് പ്രവചനാതീതമാണ്. ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കോട്ടയം.